ഇപ്പോൾ നമുക്ക് ഈ നിമിഷം നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് എന്താണെന്ന് നോക്കാം. അതായത് ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ എന്താണ് ആലോചിക്കുന്നത് എന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ടും കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെന്റാക്കിൾസും അതുപോലെ തന്നെ നയൻ ഓഫ് വാണ്ട്സും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏസ് ഓഫ് പെന്റാക്കിൾസ് നോക്കുകയാണെങ്കിൽ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൂചനയാണ്. അതായത് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വെറും ഒരു സ്നേഹത്തിനപ്പുറം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രണയമായിരിക്കാം, അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സ്നേഹത്തിനപ്പുറമായിട്ട് ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് ഭാവിയിൽ നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്വവും അല്ലെങ്കിൽ സന്തോഷമൊക്കെ നൽകുന്ന ഒരു ഉറപ്പുള്ള ബന്ധം ഉണ്ടാക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആയിട്ടായിരിക്കാം ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇനി വരുമ്പോൾ ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി വരണം, പുതിയൊരു തുടക്കത്തിൽ. അതായത് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എന്താണോ അതുപോലെ തന്നെ തിരികെ തരണമെന്നുള്ളൊരു രീതിയിൽ ഇത് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നയൻ ഓഫ് വാണ്ട്സ് കാണിക്കുന്ന ഒരു എനർജി എന്താന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സണ് മുൻപുണ്ടായിട്ടുള്ള ചില മുറിവുകളോ അനുഭവങ്ങളോ ഒക്കെ കാരണം കുറച്ചൊരു ജാഗ്രത പാലിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവായിട്ടൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സണെ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഇനി അവർ തളർന്നു പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. അവർ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് തിരിച്ചു വന്ന് സോറി പറഞ്ഞപ്പോഴും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ടോ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഭയം ഈ ഒരു പേഴ്സണ് ഉണ്ടോ എന്ന് ഉള്ളൊരു തോട്ട്, മീൻസ് അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ മനസ്സിലാവുന്നുണ്ട്. അതായത് ന്യൂ ബിഗിനിങ് വേണം എന്ന് ആഗ്രഹം ഉള്ളിലുണ്ട്, എന്നാൽ പോലും ഇപ്പോൾ ചിലപ്പോൾ എല്ലാ വേയും, അതായത് ഇപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും വരുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഭയമുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു പുതിയ തുടക്കത്തിന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെറിയൊരു ഉൾഭയമുണ്ട്. പക്ഷേ ഒരു റൈറ്റ് ടൈമിന് വേണ്ടി ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു മനോഹരമായ എനർജി ക്ലെയിം ചെയ്യാനായിട്ട് കമൻറ്റിൽ ഐ എം റെഡി എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ.